ഹരേ കൃഷ്ണ. ഗുരുപൂർണിമ അല്ലെങ്കിൽ ചൈത്ര പൂർണിമ ഈ മാസം മെയ് 12-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് വരുന്നത്. പൗർണമി, അതായത് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവ്യനിലം. നമ്മുടെ ആചാരപ്രകാരം ഈ ദിവസം ആത്മീയതയ്ക്കും ദൈവിക അനുഗ്രഹങ്ങൾക്കുമായി ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ദിവസം നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ എന്ന് നോക്കാം. അത് ഒരു ചിലവുമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ എൻഡ് വരെ കാണണം. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു ചെറിയ കമൻ്റ് ഇടാനും, പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, പോയി ദയവായി കാണുക. പൗർണമി ദിനത്തിൽ ഉപവാസം എടുക്കുന്നവരാണെങ്കിൽ, നോയമ്പെടുക്കാൻ പറ്റുന്നവരൊക്കെ നോയമ്പെടുക്കുക. പകൽ മുഴുവൻ നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാതെ നിങ്ങൾക്ക് വൈകിട്ട് ഒരു നേരം നിങ്ങൾക്ക് ഫ്രൂട്ട്സോ കപ്പയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അതും ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം, ചന്ദ്രനെ അർപ്പിച്ചതിന് ശേഷം, ജലം അർപ്പിച്ചതിന് ശേഷം ചന്ദ്രനെ പൂവും അരിയും വെള്ള അരിയും ഇട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി അല്ലെങ്കിൽ ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൻ്റെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആരതി ഒഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപവാസം നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. ഉപവാസം എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓം ചന്ദ്രായ നമഃ 108 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ചന്ദ്രമ വീക്കായിട്ടുള്ള എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. അന്നത്തെ ദിവസം സത്യനാരായണ പൂജ നടത്തുന്നതും സത്യനാരായണ കഥ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും വളരെ നല്ലതാണ്. ഇത് കുടുംബത്തിന് സൗഖ്യവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതിന് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അന്നത്തെ ദിവസം അന്നദാനം, പാവപ്പെട്ടവർക്കും അർഹരായിട്ടുള്ളവർക്ക് അന്നദാനം കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇനിയും കേട്ടുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പഴയ ന്യൂസ് പേപ്പറുകളും കുട്ടികളുടെ പഴയ ബുക്കുകളൊക്കെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാം എഴുതി തീർത്ത ബുക്കുകളും ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുകയായിരിക്കും അല്ലേ. പക്ഷേ ഇന്ന് സൺഡേ, ഇന്ന് വീഡിയോ കാണുന്നവരാണെങ്കിലും നാളെ കാണുന്നവരാണെങ്കിലും മറ്റന്നാൾ, 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ പഴയ പേപ്പറുകളൊക്കെ നിങ്ങൾ പുറത്തെടുക്കുക. കബാഡി വേലയ്ക്ക് വയ്ക്കാനോ ഒക്കെ എന്തെങ്കിലുമായിട്ട് ചെയ്യാം. പക്ഷേ വീടിനകത്ത് ഉള്ളിൽ സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ പൈസയൊന്നും വാങ്ങിക്കാതെ തന്നെ നിങ്ങൾ ദാനം ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീടിൻ്റെ അകത്ത് ഈ ഷെൽഫിലൊക്കെ വിരിക്കാനായിട്ട് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ വളരെയധികം നെഗറ്റീവ് എനർജി തരുന്ന ഒന്നാണ്. അതിലെന്തെല്ലാം വാർത്തകളാണ് വരുന്നത് അല്ലേ. മരണ വാർത്തയും പിന്നെ ആക്സിഡൻറ്റ്